അതുപോലെ ഇപ്പം ബോറടിക്കാൻ മതി. അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നിട്ടില്ലേ, എന്താ ആദ്യം ഉമ്മന്റെ ചെവിയെ എന്താ വേണ്ടേ? ഹലിമിന് നൂഡിൽസ് ആണ്. താരകം പോൽ മണികൾ. ബൈ. അപ്പം എല്ലാവരും ഉറങ്ങിയതാണ്. ഞാൻ ഇൻട്രോ എടുക്കാൻ പറ്റുന്നു കേട്ടോ. ഇപ്പോൾ 11 മണി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഹാദിയും ഒക്കെ ഉറങ്ങി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻട്രോ എടുക്കാം എന്നിങ്ങനെ അല്ലാതെ ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ ഇങ്ങനെ ക്യാമറ ഫേസ് ചെയ്തിട്ട് തന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളതാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിലും ഒരാളെ മുന്നിൽ പോയാൽ ഞാൻ മിണ്ടൂല. ഈ ചില റീലൊക്കെ കാണില്ലേ, എന്താ പറയുക, കുറച്ച് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ ഫോണിൽ ജസ്റ്റ് ഫോണൊക്കെ എടുത്ത് സംസാരിച്ച് പോകും. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാൻ കേട്ടോ. ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ടില്ല, ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ പഠിക്കുന്നതിൽ കാണിച്ചാൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ എത്തുമായിരിക്കും. ഞാൻ പറഞ്ഞു വന്നിട്ടുള്ള ഇതൊന്നുമല്ല, ഞാൻ വേറെ എങ്ങോട്ടോ പോകുന്നു. ഇപ്പോൾ പറഞ്ഞു വന്നിട്ടുള്ള ഞാനിപ്പം ഡെയിലി വീക്ക്ലി ഇംഗ്ലീഷ് വേണ്ട, ആഴ്ചയിൽ ഒരു വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്യൽ, ലെങ്ത്തുള്ള വീഡിയോ കേട്ടോ. പിന്നെ ഡെയിലി ഷോർട്സ് ഇടും, എന്തെങ്കിലുമൊക്കെ ഷോർട്സ് ഇടും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. പിന്നെ ഞാൻ വീട്ടിൽ ഇടുന്ന വീഡിയോ ആണെങ്കിൽ തന്നെ ഒന്നെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ്, അല്ലെങ്കിൽ വൈകുന്നേരം, അല്ലെങ്കിൽ രാവിലെ, അല്ലെങ്കിൽ റാൻഡം വ്ലോഗ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോസ് ഇടുന്നത്. ഈ പുറത്ത് പോയി വീഡിയോസ് എടുക്കാനൊന്നും ഇപ്പം എന്നെ കൊണ്ട് പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒന്നും പോസ്റ്റ് ചെയ്യാത്തത് കേട്ടോ. എല്ലാവർക്കും ബോറടിക്കും. ഇപ്പം ഞാൻ എൻ്റെ വ്യൂ പോയിന്റിൽ ഒന്ന് നോക്കുമ്പോൾ ഇന്നൊരാൾ ഡേ ഇൻ മൈ ലൈഫും അതുപോലെ ഷോർട്സും ഈവനിങ് രാവിലെയൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ബോറടിക്കും. അതുപോലെ എൻ്റെ ബോറടിക്കാൻ മതി. ജലദോഷം പിടിച്ച് ഞാൻ അങ്ങനത്തിന്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ, വൈകുന്നേരത്തെ എടുത്ത വീഡിയോ ആണ്. അപ്പം എനിക്ക് ജലദോഷം പിടിച്ചിട്ട് എനിക്ക് ഫുള്ള് സംസാരിക്കാൻ പറ്റുന്നുണ്ടാണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് ഇതാണ് ഈ ചാർജ് തീർന്നതിൻ്റെ ലൈറ്റ് പോവുകയും ചെയ്യുന്നു. എടാ ഹാലിമേടാ ഏടാ ഇവനെ പേടിച്ചിട്ട് ആദ്യം എഴുതാനിരിക്കുന്ന സ്ഥലം കണ്ടങ്ങൾ. അതാരാ ഈ വരച്ച്? എന്നെ പേടിച്ചിട്ടൊക്കെ ആ കലമാറിന്റെ മുകളിൽ കയറിയിരിക്കണേ. വിൽക്കാൻ പോയോ? കൊണ്ടാ എന്നാ പെൻസിൽ ഇതാ. അവിടെ ചായ അടിക്കുക. രാവിലത്തെ പുട്ടുണ്ട്, ചിക്കൻ കറി ഉണ്ട്, ചായ ഉണ്ട്. നമ്മൾ ചിക്കനോട് ചൂടാക്കാൻ വെച്ചത്. ഞങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ഹാദി ഹാലിമിനെ വരച്ചതാണ്. എന്നാ എന്താ നിങ്ങൾ ലൈവായിട്ട് കാണാൻ പോണത് എന്താ അറിയോ? ഹാദിനെ വയ്ക്കുന്നത്. അതിന്റെ മുടിയൊക്കെ അങ്ങനെടാ, നിങ്ങൾ ഇത് കാണണം, എന്നെ അവൻ വരയ്ക്കുന്നത് കാണണം. You are my sunshine, my only sunshine. You make me happy when skies are blue. You never change so much. I love you, my sunshine. Guys, നിങ്ങൾക്ക് ബൊട്ടടിക്ക് പോയി എടുക്കാൻ പറ്റുമോ? പിന്നെ നിങ്ങൾക്ക് അത് ശീലം. Come on, ബാ ഹാലിം, ബാ 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 ഹാലിം, ബാ പുട്ട് തരമ്മ, പുട്ട് ബാ ഓടിയാ. കണ്ടോ കരിച്ചത് പറയും, അത്ര ഉള്ളവർക്ക്. ഓ ഹാലിമ ബാ, ഉമ്മ ചോറ് തരാം. എന്നാ നല്ലല്ല, എന്നാ ഇത് കണ്ടപ്പോ നല്ലൊരു മറിക്കണ്ട, ഇത് കള്ളമലൂളിയാണ്. ഹാദിനെ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആണോ? നീ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നാണോ ഓന് പറയുന്നത്? അടിപൊളിയായി വരച്ചാണ് കേട്ടോ. എന്താ ഹാദി ഉമ്മന്റെ ചെവിയൊക്കെ പച്ച കളറ്. അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിനെങ്ങനെ ഇരിക്കുന്നത്? തണുത്തിട്ടോ ഗൈസ്, പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ടാണ് ഓൻ അങ്ങനെ ഇരിക്കുന്നത്. എന്താണ് ചെക്ക? ഓന് ചിക്കൻ വേണം, അപ്പൊ അതിനാണ് ഓന് നല്ല. ഓക്കെ പുറത്താരോ കാറിന്റെ സൗണ്ട്. നമ്മൾ നോക്കാം പുറത്താരാ വന്നു. വെയിറ്റ് കിട്ടിയില്ല മൈക്കിപ്പം.
വന്ന പൊലിവിൽ ഓനെ അവൾക്ക് കയറി കാണിച്ചു കൊടുക്കാൻ, അവൻ്റെ സ്കില്ല് കാണിച്ചു കൊടുക്കാൻ. കണ്ട് സന്തോഷമായി, ഞങ്ങൾക്ക് സദാമാനായി. മൈരിപ്പാവാന്നിട്ട് എൻ്റെ താത്തയും മക്കളും വന്നിട്ടേ കേട്ടോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട് RCMൻ്റെ തവിടണം അത് കൊണ്ടുവന്നിട്ടാ. അത് പിന്നെ അടുത്ത വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർക്കും വേണമെന്ന്. അപ്പോൾ അത് കൊണ്ടിട്ട് താത്തയും മക്കളും കൂടെ വന്നേ കേട്ടോ. അങ്ങനെ താത്തയും മക്കളൊക്കെ തിരിച്ചു പോയി കേട്ടോ. ഓ ഓ ഓ ആദ്യം ഏതെങ്കിലും ഒന്ന് കൊണ്ടു കൊടുക്കും. ഓ ഓ ഉമ്മന്റെ മോനേടാ. ഓ ഇവിടെ ഒരു വീടുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് നല്ലോളിപ്പിക്കണ്ട. ഹാദി ഹാദി വേണ്ട, മോൻ പോയിക്കോ, ഓനമ്മ എടുക്കതാ. അതിക്ക് നാളെ എക്സാമാണ് കേട്ടോ. അവിടെ കുറച്ചു നേരം ഓൻ്റെ കൂടെ ഇരുന്ന് ഓനെ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതാ നമുക്ക് വിഷമിൻ്റെ വിളിയാണ്. അപ്പം പിന്നെ നേരെ അടുക്കളയിൽ കാണുന്നുണ്ട്. സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുത്തോ. അവിടെ കുറെ പാട്ട് കേൾക്കാനുണ്ട്. ആരവം പോൽ പൊന്മണികൾ നാം നടന്ന വഴികൾ. ഞങ്ങൾ രണ്ടാളും കൂടെ ന്യൂഡിൽസ് കഴിക്കാൻ പോവാണ്. ദാലിമോൻ ഉമ്മ തരാം, ചൂടാട്ടോ. ഓ ചൂടില്ല, ചൂടുണ്ട് ചൂട്. ഹാലിമിനെ അവിടെ നിലത്ത് വെച്ചിട്ട് കൊടുത്താൽ ഓന് അധികം നേരം ഞങ്ങളെ തിന്നാൻ സമ്മതിക്കില്ല നടന്നുകൊണ്ട് തന്നെ ഓനെ പിടിച്ച് മേലായിട്ടിട്ട് ഞാൻ പിന്നെ കസാരയ്ക്ക് ഞങ്ങൾ മൂന്നാലും വിട്ടി വയ്ക്കി. പിന്നെ എന്താ സംഭവിച്ചു വെച്ചാൽ ഞങ്ങൾ മൂന്നാൾക്ക് ഇത് തേങ്ങിയില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ വെച്ചു. അയ്യടാ ഞമ്മ ഉണ്ടാക്കൂടാ. അപ്പൊ ഞങ്ങൾ ഒന്നുകൂടെ എടുത്തടുപ്പത്തേച്ച് ഇത് ഞങ്ങൾ ഫുൾ വടിച്ച് തിന്നു. ഹാലിമിന് അവിടെ പ്ലേറ്റിൽ കുറച്ച് കൊടുത്ത് ഓനങ്ങ് തിന്നോളൂ. ഹാലിമ് ഓൻ്റെ തിന്ന് കഴിഞ്ഞിട്ട് ഓൻ്റെ പ്ലേറ്റ് എടുത്ത് വന്നു. കുറച്ച് അധികം തന്നെ കൊടുത്ത് ഞങ്ങൾ നേരത്തെ തിന്ന പ്ലേറ്റ് തന്നെ തിന്നു. അപ്പൊ നമ്മള് അടുക്കളൊക്കെ ഫുള്ള് ക്ലീൻ ആക്കി കേട്ടോ. ഓല അവിടെ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയണ്ടേ, നമുക്കൊന്ന് പോയേക്കാം. എവിടാ ഇതൊക്കെ സാധനങ്ങളാണ്. തുറക്കട്ടെ. ഇതെന്താ സാധനം? നിങ്ങൾ രണ്ടാമത് ഇവിടെ കിടക്കണേ. അവിടെ ഡൈനിങ് ഹാള് വീടുണ്ടാക്കിയൊക്കെ പൊളിച്ച് അവിടെ ക്ലീൻ ആക്കിയോ? നേരത്തെ കൊണ്ടുപോയി തന്നെ ടേബിളിൽ വെച്ച് ഈ കസാല എടുത്ത് വെക്കട്ടോ. ആ കസാല എടുത്ത് വെക്കും. നീ എനിക്ക് ഭൂമി ഉണക്കു ഞാൻ ദൈവം താരകം പോൽ പൊന്മണികൾ നാം നടന്ന വഴികൾ. ഇന്ന് തൊള്ളയിൽ ഫുള്ള് ഈ പാട്ടാണ്. അതെന്താ, ഒരു പാട്ട് തൊള്ളയിൽ വന്നാൽ പിന്നെ ഫുള്ള് എന്നതാ പാട്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് ഓനെ ഇനി അലമാരൻ്റെ മുകളിൽ ചാടുന്നതും കൂടെ ഇങ്ങനെ കാണിച്ചു തരാം. എടാ ഇനി വലിയ മോനാണ് കേട്ടോ, പൊട്ടു കേട്ടോ. കണ്ട അവിടെയൊക്കെ ഒരു പൊട്ടിച്ചതാണ്. അതൊക്കെ ഓലെ തച്ച് വലിച്ച് 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 അവിടെ ഇതിൻ്റെ ഡോറിൻ്റെ ഇതൊക്കെ ഓല് പൊട്ടിച്ചു. കണ്ടോ, നീ കട്ടിലും കൂടെ പൊട്ടിയാൽ മതി. അവിടെയും പൊട്ടിക്കണേ, മൊത്തത്തിൽ ഓല് പൊട്ടിച്ചു. ഈറ്റാ ചാട്ടല്ലേ ചാടുന്നത്, പിന്നെ അങ്ങനെ കട്ടിലൊക്കെ പൊട്ടാണ്ടൊക്കെ. ഈ പ്ലൈവുഡ്, ഇതിൽ പ്ലൈവുഡ് ആണോ പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനത്തെ ആരും വാങ്ങാതിരിക്കുന്നു.
എങ്ങനെ വെയിറ്റ് കുറയ്ക്കണം വിചാരിക്കുന്നു അന്ന് കാക്ക എന്തായാലും കൊണ്ടുവരും അപ്പം പിന്നെ അതും തിന്നു. ഫേസിൻ്റെ അടുത്ത് വന്നിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് അടുക്കട്ടെ, നല്ല ഉറക്കം വരുന്നുണ്ട്. ബൈ.